എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്ത ശേഷം ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന അതായത് LBS വെബ്സൈറ്റ് വഴി നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീഫണ്ടിനായിട്ടുള്ള അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ LBS ഡിപ്ലോമ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതായത് LBSൻ്റെ ഡിപ്ലോമയുടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഹോം പേജിൽ തന്നെ റീഫണ്ടിനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ ആ ഒരു റീഫണ്ടിനുള്ള ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. റീഫണ്ടിന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം, അതായത് നിങ്ങളുടെ പേരിലുള്ള സേവിങ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം നൽകേണ്ടത്. അതുപോലെ തന്നെ ആ ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ 2 പേജിൻ്റെയും കോപ്പി, അതായത് 2 പേജും ഉൾപ്പെടുന്ന രീതിയിലാണ് ആ ഒരു ഫോട്ടോസ്റ്റാറ്റ്, അതായത് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് കോപ്പി എടുത്തിട്ട്, അതായത് സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടത്. ചില ബാങ്കിൻ്റെ ഈ ഒരു IFSC അതുപോലെ തന്നെ MICR ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ആ ഒരു ബാങ്ക് പാസ്ബുക്കിൻ്റെ കവർ പേജിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു ഫ്രണ്ട് പേജിൻ്റെ ആ ഒരു 2 ഭാഗങ്ങളുടെയും ആ ഒരു കോപ്പി എടുക്കേണ്ടതാണ്. അതായത് ഒന്ന് ഫ്രണ്ട് പേജ്, പിന്നൊന്ന് ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു കവറിൻ്റെ ആ ഒരു ഭാഗം, അതിൽ ആ ഒരു ബാങ്കിൻ്റെ ആ ഒരു ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്തും നൽകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യും മുമ്പ് നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്റ്റ് ഉണ്ടാവും, അതാണ് നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ചലാൻ വഴി അടച്ചതാണെങ്കിൽ ചലാനിൽ ആ ഒരു റെസിപ്റ്റ് നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിൽ അതുണ്ടാവും. അതുപോലെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിൽ തന്നെ നിങ്ങൾക്ക് റെസിപ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും റെസിപ്റ്റിൻ്റെ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നമ്പർ നൽകേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സേവിങ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. ഇതൊക്കെ കറക്റ്റായിട്ട് നൽകിയ ശേഷം നിങ്ങൾ ആ ഒരു നൽകിയ ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ചെക്ക് ചെയ്തെല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പാക്കിയ ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന റീഫണ്ടിനുള്ള ആ ഒരു അപേക്ഷ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു അപേക്ഷ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്ഡ് എന്നുള്ളതും, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് പ്രോസസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ സാധിക്കുക. അതായത് ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുക. അപ്പോൾ റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു റീഫണ്ടിന് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ റീഫണ്ടിന് അപേക്ഷ നൽകിയ ശേഷം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ LBS സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ LBS സെൻറ്ററിൻ്റെ നമ്പർ പ്രോസ്പെക്ടസിലും അതുപോലെ തന്നെ ഇവിടെ കോൺടാക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ നൽകിയിട്ടുണ്ട്, അതിലും നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുവഴിയും നിങ്ങൾക്ക് LBS മായി ബന്ധപ്പെട്ട് ഉള്ള സംശയങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.